ദൈവവചനത്തിൻ്റെ ശക്തി അനുഭവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവവചനം എങ്ങനെയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്? ദൈവവചനം വായിക്കണം, ദൈവവചനം പഠിക്കണം. ഇതുകൊണ്ട് മാത്രം ദൈവവചനം നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങില്ല. വായിക്കുന്ന വചനം നാം വാ കൊണ്ട് കൺഫസ് ചെയ്യണം, പറയണം. ഈ എഴുതിയിരിക്കുന്ന പോലെ എന്നിൽ നിറവേറും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ഓരോ അത്ഭുതങ്ങളും വായിക്കുമ്പോൾ ഇതുപോലൊരു അത്ഭുതം എൻ്റെയും ജീവിതത്തിൽ കർത്താവ് ചെയ്യുമെന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. അങ്ങനെ ബൈബിളിൽ ഏത് ഭാഗത്തും നിങ്ങൾക്ക് വായിച്ചിട്ട് വിശ്വാസം നിങ്ങൾക്ക് വിളിച്ചു പറയാം. ഇതുപോലൊരു വഴി എനിക്ക് തുറക്കും, ഇതുപോലെ ദൂതന്മാർ എൻ്റെ മുറിയിലും ഇറങ്ങി വരും, ഇതുപോലെ സ്വർഗം എനിക്ക് വേണ്ടിയും തുറക്കും, ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണും. ഇങ്ങനെ നാം നമ്മെക്കുറിച്ച് തന്നെ ഒരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നടത്തണം. അങ്ങനെയാണ് ബൈബിളിലുള്ള വചനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ബൈബിളിൽ ഉണ്ടായിരുന്ന യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ എങ്ങനെ നമ്മൾ കൊണ്ടുവന്നു? ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വാ കൊണ്ട് ഏറ്റു പറഞ്ഞതുപോലെ ദൈവവചനം നിങ്ങൾ പറയണം. നിങ്ങളെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ ബൈബിൾ വായിക്കുകയും കണ്ണു തുറന്ന് ബൈബിൾ വായിക്കുകയും കണ്ണു തുറന്നത് പറയുകയും ചെയ്യും. വായിക്കുക, പറയുക, വായിക്കുക, പറയുക. അവിടെ പ്രാർത്ഥന, കർത്താവേ എന്നെ സഹായിക്കണം എന്ന് പറയുന്നതിനേക്കാൾ കർത്താവ് എൻ്റെ എല്ലാ ബുദ്ധിമുട്ടും ക്രിസ്തുയേശുവിൽ മഹത്വത്തോടെ തീർത്തു തരും, എൻ്റെ പിതാവാം ദൈവം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതും കർത്താവെ എന്നെ സഹായിക്കണേ എന്ന് പറയുന്നത് എന്തോരം വ്യത്യാസമാണ്. എന്നെ സഹായിക്കണേ എന്ന് പറയുന്നത് ആ വിശ്വാസിയും പറയും. എന്നാൽ വിശ്വാസി പറയുന്ന വാക്കുകളെല്ലാം വളരെ പ്രതീക്ഷയും ഉറപ്പും ഉള്ളതാണ്. നമ്മുടെ വാക്കുകളാലാണ് നാം നീതീകരിക്കപ്പെടുന്നത്. നമ്മുടെ നമ്മൾ പറയുന്ന വാക്കിനെ ദൈവം വില കൽപ്പിക്കും. മാത്രമല്ല, നമ്മൾ പറയുന്ന വാക്കുകൾ ദൂതന്മാർ കൊണ്ടുപോകും, അത് നിവർത്തിക്കും. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരെ യഹോവയെ സ്തുതിപ്പിൻ. ആജ്ഞ, അവൻ്റെ ആജ്ഞ എന്ന് പറഞ്ഞ ദൈവവചനത്തെ നാം പറയുമ്പോൾ ഇത് ദൂതന്മാർ നടപ്പിൽ കൊണ്ടുവരാൻ അവർ അതുമായിട്ട് പുറപ്പെടും. ദൈവവചനം നമ്മൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ ആക്റ്റീവാകും. അല്ലാത്തപ്പോൾ അവർ വിശ്രമിക്കുകയാണ്. നമ്മൾ പരാതി പറയുമ്പോൾ, നമ്മൾ കരയുമ്പോഴൊക്കെ ദൂതന്മാർക്ക് റെസ്റ്റാണ്. എന്നാൽ നാം വചനം പറയുമ്പോൾ ദൂതന്മാർ കയറാനും ഇറങ്ങാനും തുടങ്ങും. അതുകൊണ്ട് ദൈവവചനം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. യേശു കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കുക. Justice and praise become my embrace, to love you from the inside out. You will above all else, my purpose remains, the art of losing myself in everlasting. Your light will shine when all else fades, never ending. Your glory goes beyond all fame. Yeah, my heart and my soul, Lord, I give you control.
Your glory goes beyond our faith, and the cry of my heart is to bring you praise from the inside of my soul. Cries out everlasting, your light will shine and always fades, never ending. Your glory goes beyond our faith, and the cry of my heart is to bring you praise from the inside of my soul. Cries out, Lord. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-38 വാക്യങ്ങളിലാണ് നമ്മൾ ഇന്നലെ നിന്നത്. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദികൾ ഒഴുകും. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് യേശു പറഞ്ഞത്. യേശു മരിച്ചടക്കപ്പെട്ട് എഴുന്നേറ്റിട്ടില്ലാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവ് വന്നിട്ടില്ലായിരുന്നു. താഴെ കാണുന്ന വാക്യം 39 അതാ പറയുന്നത്. അവിടെ നിൽക്കുന്ന ശിഷ്യന്മാർക്ക് പോലും അത് മനസ്സിലാകുന്നില്ല, ആർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, യേശുവിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന്. മാത്രമല്ല യേശു പറയുന്നത് ദാഹിക്കുന്നവൻ, വലിയൊരു ദാഹമുള്ള വ്യക്തിക്ക് മാത്രമേ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് കാര്യമുള്ളൂ. യേശുവിൻ്റെ അടുത്ത് ഒത്തിരി പേര് വരുന്നുണ്ട്, എന്നാൽ ദാഹമില്ലെങ്കിലോ വിശപ്പില്ലെങ്കിലോ ആ വ്യക്തിക്ക് ഒന്നും പ്രാപിക്കാൻ കഴിയില്ല. വലിയൊരു വിശപ്പും വലിയൊരു ദാഹവും ഉണ്ടെങ്കിൽ, നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ എന്ന് എഴുതിയിരിക്കുന്ന പോലെ വിശന്ന് ദാഹിക്കുന്നവർ, ഒരു വിടുതലിന് വേണ്ടി നിങ്ങൾക്കൊരു ദാഹമുണ്ടോ? ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ ഒരു വിശപ്പുണ്ടോ? എങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ അടുക്കൽ വന്നതിന് വലിയ റിസൾട്ടുകൾ നിങ്ങൾ കാണും. യേശു പറയുകയാണ്, ദാഹിക്കുന്നവനെല്ലാം, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിനെന്നല്ല, ദാഹിക്കുന്നവരെല്ലാം മഹാപുരോഹിതൻ്റെ ചുറ്റും നിൽപ്പുണ്ട്. അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുക്കൽ വാ. അതിൻ്റെ അർത്ഥം, നിങ്ങൾ ഈ കാണുന്ന മഹാപുരോഹിതൻ്റെ അടുക്കൽ നിന്ന് നിങ്ങളുടെ ദാഹം തീരില്ല. യേശുവിന് എന്തൊരു ധൈര്യമാണ് വിളിച്ചു പറയാൻ. അവിടെ യേശുവിനെ കൊല്ലാൻ ഒത്തിരി പേര് പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ നടുവിലാണ് യേശു ഈ പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത്. 7-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ യേശു ഗലീലയിലോട്ട് പോയില്ല, ഈ യഹൂദയിലേക്ക്. എന്താ? തന്നെ ആൾക്കാർ കൊല്ലാൻ അന്വേഷിക്കുന്ന യഹൂദന്മാർ. എന്നാൽ പല പ്രാവശ്യം യേശുവിനെ അവർ കൊല്ലാനും ആക്രമിക്കാനും നോക്കി, എന്നാൽ അവൻ്റെ നാഴിക വന്നിട്ടില്ല. 30-ാം വാക്യത്തിൽ അങ്ങനെയാണ്, ആകയാൽ അവർ അവനെ പിടിപ്പാൻ അന്വേഷിച്ചു, എങ്കിലും അവൻ്റെ നാഴിക വന്നിട്ടില്ല, എങ്കിൽ ആരും അവൻ്റെ മേൽ കൈവച്ചില്ല. യേശുവിന് ഉറപ്പാണ്, എൻ്റെ സമയം വരാതെ ഇവർക്കാർക്കും എൻ്റെ രോമത്തിൽ തൊടാൻ കഴിയില്ല എന്ന ആ വലിയ ധൈര്യം ദൈവപുത്രനുണ്ട്. ഇന്ന് ദൈവമക്കളുടെ ഇടയിൽ ഭയങ്കര ഭയമാണ്. ഭയം ദൈവസഭകളെ എല്ലാം പിടിച്ചിരിക്കുകയാണ്. ഈ രാജ്യത്ത് ഇനി ദൈവസഭയ്ക്ക് ഭാവിയുണ്ടോ? ഏത് രാജ്യമായാലും എന്താണ്? സഭ യേശുവിൻ്റേതല്ലേ? യേശുവല്ലേ തൻ്റെ സഭയെ പണിയുന്നത്? ദൈവസഭയ്ക്ക് എല്ലാ രാജ്യത്തും ഭാവിയുണ്ട്. ഇത് ഒരു സത്യമാണ്. എത്ര വലിയ പ്രതികൂലത്തിന് നടുവിലും ദൈവസഭയ്ക്ക് ഭാവിയുണ്ട്. ദമസ്കോസ് സഭയെ പിടിക്കാനാണ് പൗലോസ് അധികാരപത്രമൊക്കെ ആയിട്ട് അങ്ങോട്ട് വന്നത്. എന്നാൽ സൂര്യനേക്കാൾ വലിയ പ്രകാശത്തിൽ പൗലോസ് തെറിച്ച് താഴെ പോയി. അവൻ്റെ കണ്ണിൽ ഒരു ഇരുട്ട് കയറി, ഒരു തിമിരം അവൻ്റെ കണ്ണിലുണ്ടായി. കണ്ണ് കാണാത്ത രീതിയിൽ കണ്ണിലൊരു പാട വന്ന് മൂടി. അവൻ തപ്പിത്തടഞ്ഞ് തന്നെ കൈപിടിച്ച് നടത്തുന്നവനെ അന്വേഷിച്ച് തപ്പിത്തടഞ്ഞു. 3 ദിവസം കണ്ണ് കാണാതെ, ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ ഒറ്റയിരിപ്പ. അവൻ പ്രാർത്ഥിച്ചു, യേശുവിലേക്ക് തിരിയുകയാണ്. അത്രയേ ഉള്ളു കാര്യം. ഏത് വ്യക്തിയെയും കർത്താവിന് തിരിക്കാൻ കഴിയും. അതിനൊരു തെളിവാണ്
ശൗൽ. അതിനെ തുടർന്ന് തൻ്റെ ജീവിതത്തിൽ മുഴുവന് ദാഹമാണ്. അപ്പോൾ ദമസ്കോസ് സഭ പ്രാർത്ഥനയിലും ദൈവത്തോടുള്ള ബന്ധത്തിൽ ഉറ്റിരിക്കുന്ന ഒരു സഭയായതുകൊണ്ട് അതിനോടടുത്തപ്പോൾ വിവരം അറിഞ്ഞു പൗലോസ്. എന്നാൽ അന്ന് മുതൽ ദമസ്കോസ് സഭയുമായിട്ട് താൻ ബന്ധപ്പെട്ടു പോയപ്പോൾ ആ സഭയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഒരു അനുഗ്രഹമാണ് ദാഹവും വിശപ്പും. അവൻ അവിടെ ഇരുന്ന് വചനം പഠിച്ചു, പ്രാർത്ഥിച്ചു. ദമസ്കോസിലെ ശിഷ്യന്മാർ അവന് കൈത്താങ്ങൽ കൊടുത്തു. അവൻ അവിടെ ഉപദേഷ്ടാവായി വളർന്നു. അവിടെ നിന്ന് ആത്മാവിൽ അവൻ നിറഞ്ഞ് കൃപയിൽ ജ്വലിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചത് ദമസ്കോസിലാണ്. പ്രാർത്ഥിക്കുന്ന സഭ, ദാഹമുള്ള സഭ, വിശപ്പുള്ള സഭ. ഇങ്ങനെ ഒരു സഭയിലോട്ട് ആര് എന്ന് പെട്ടാൽ അവർക്കും വിശപ്പും ദാഹം ഉണ്ടാവും. എനിക്കൊന്നിനും കുറവില്ല, ഞാൻ സകലത്തിലും തൃപ്തനായി, എനിക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന നഗ്നനും അരിഷ്ടനും കുരുടനും എന്ന് ലവോദിക്ക സഭയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നു. അങ്ങനെയുള്ളൊരു സഭയെ പോയി പെട്ടാൽ നിനക്ക് വിശപ്പും ഉണ്ടാവില്ല, ദാഹവും ഉണ്ടാകില്ല. അവർ പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കൃപാവരങ്ങളെല്ലാം നിന്നുപോയി, അന്യഭാഷയിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല, പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഞാനാരോ പറഞ്ഞു ക്രിക്കറ്റ് കളി ഉള്ളതുകൊണ്ട് സഭായോഗം നേരത്തെ നിർത്തിയത്. പിന്നെ ചില ചർച്ചകളിൽ TV വെച്ചിട്ടുണ്ട്, എന്താണ് വേൾഡ് കപ്പ്, അങ്ങനെയുള്ള ഒളിമ്പിക്സ് പോലെയുള്ള കാര്യങ്ങൾ കാണാൻ. അവർക്ക് അതിനകത്താണ് വലിയ വിശപ്പും ദാഹവും. ഏതിലാണ് നിന്റെ ദാഹം, അതിലായിരിക്കും നിന്റെ ആകർഷണം. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങളുടെ കവിഞ്ഞൊഴുക്കുണ്ട്, എന്നാൽ അതിന് വലിയൊരു ദാഹം ആവശ്യമാണ്. ദാഹിക്കുന്നവൻ, അതായത് മാൻ നീർത്തോടിലോട്ട് ചെല്ലാൻ ദാഹിക്കുന്ന പോലെ. എവിടെയാണ് ദാഹം ഉണ്ടാകുന്നത്? ദൈവവചനമാകുന്ന പുല്ല് ഈ മാനുകൾ ഭക്ഷിക്കുമ്പോഴാണ്. പച്ചയായ പുൽപ്പുറങ്ങളിൽ നിന്ന് ഈ ആടും മാനുകളും ഈ പുല്ലുകൾ ഭക്ഷിച്ചു കഴിയുമ്പോൾ അപ്പോഴാണ് ദാഹം ഉണ്ടാകുന്നത്. വെറുതെ ഒരു ദാഹം ഉണ്ടാകത്തില്ല. ദാഹം ദൈവം വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതെവിടെയാ പ്രവർത്തിക്കുന്നത്? വിശപ്പിന് എന്തെങ്കിലും കഴിക്കുമ്പോഴാണ്. ദൈവവചനം നിങ്ങൾ വായിക്കാൻ തുടങ്ങുക, നിങ്ങൾക്ക് ഉടനെ ദാഹം ഉണ്ടാവും. ദൈവവചനം ആകുന്ന പച്ചപ്പുൽ മേടുകളിൽ 66 പച്ചപ്പുൽ മേടുകളുണ്ട് ബൈബിളിൽ. ഈ പച്ചപ്പുൽ മേടുകളിൽ മേയുന്ന ഒരാടാണോ, നിനക്ക് ദാഹം ഉണ്ടാകും. ഓരോ പുസ്തകം കഴിയുന്തോറും വലിയ ദാഹമുണ്ടാകും. ദൈവത്തോട് അടുക്കാനും ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനുമുള്ള വലിയ ദാഹമാണ് ദൈവവചന ധ്യാനം നമുക്ക് തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം. ഇപ്പോൾ പ്രൈസ് ജനറേഷൻ ചർച്ചിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരും ഒത്തിരി പേരിരുന്ന് ബൈബിൾ വായിക്കണം. എല്ലാ ദിവസവും 50 അധ്യായം മിനിമം പറഞ്ഞേക്കാണ്. 50 അധ്യായം വായിക്കും. അതൊരു വിശപ്പാണ്. ആദ്യം അതൊരു ബുദ്ധിമുട്ടാണ് 50 അധ്യായം വായിക്കുക. പിന്നീട് ഈ ഒരു പ്ലേറ്റ് ചോറ് കഴിക്കുന്നവന് ഒരു പ്ലേറ്റ് കഴിച്ചാൽ വിശപ്പ് പോവാം. 2 പ്ലേറ്റ് ആദ്യം കഴിക്കാൻ വലിയ പാടാണ്. എന്നാൽ 2 പ്ലേറ്റ് കഴിക്കുന്നവനോ പിന്നെ ജീവിതശൈലിയായി 2 പ്ലേറ്റ് കഴിക്കണം. ഓരോരുത്തർക്കും വിശപ്പിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പം നമ്മൾ കൂടുതൽ കഴിച്ചാൽ അതിനനുസരിച്ച് ദാഹവും വർദ്ധിക്കും. ലോകത്തിൻ്റെ ഭക്ഷണം അല്പം കഴിച്ചാൽ അത് മതി. കൂടുതൽ കഴിച്ചാൽ അത് ശരീരത്തിന് പോലും കേടാം. എന്നാൽ ദൈവവചനമാകുന്ന ഈ നിത്യജീവനാകുന്ന വചനം നമ്മൾ ഭക്ഷിക്കുമ്പോൾ യേശുവിനെയാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. യേശു പറഞ്ഞു, ഞാൻ സാക്ഷാൽ ലോകത്തിന് ജീവൻ തരുന്ന ജീവന്റെ അപ്പമാണ്, എന്നെ തിന്നുന്നവൻ ഞാൻ മൂലം ജീവിക്കും. അപ്പോൾ ദൈവവചനം വായിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന വിശപ്പ് നിങ്ങളെ വലിയൊരു അഭിഷേകത്തിലേക്ക് നയിക്കും. അതാണ് യേശു ഇവിടെ പഠിപ്പിക്കുന്നത്. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. എൻ്റെ വചനം കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് ദാഹം ഉണ്ടാകുന്നത്. വേദപുസ്തകം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയാണ്. വചനം ഭക്ഷിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടായി വരുന്ന ദാഹമാണ്
നിങ്ങളെ പരിശുദ്ധാത്മാവിലേക്ക് നയിക്കുന്നു. ചിലർ പറയും എനിക്ക് പരിശുദ്ധാത്മാഭിഷേകം വേണം, അതിനുവേണ്ടി അവർ ഒരു ദിവസമൊക്കെ വന്നിരിക്കും, പിന്നെ അവർ വരത്തില്ല. ഒരു വലിയ ദാഹത്തോടെ വന്നിരിക്കാമോ? നീ പ്രാപിച്ചേ പോകും. വലിയ ദാഹമുണ്ടോ? എഫെസോസിൽ പൗലോസ് എന്നപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നാണ് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? അവർ പറഞ്ഞു യോഹന്നാൻ്റെ സ്നാനം. ആ യോഹന്നാൻ്റെ സ്നാനമാണെങ്കിൽ അതിനകത്ത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾക്കില്ല. എന്നാൽ യേശു പറഞ്ഞ സ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക. മത്തായി 28 ഏറ്റൊടുവിൽ 17 മുതൽ വായിക്കുമ്പോൾ കാണാം. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയോ? ഇല്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. നിങ്ങളുടെ സ്നാനം ഏതാണ്? യോഹന്നാൻ്റെ സ്നാനം. എന്നാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഈ കാര്യങ്ങളെല്ലാം വെച്ച് അദ്ദേഹം എഫെസോസിലുള്ള 12 പേർക്ക് ഒരു നല്ല പഠനം കൊടുത്തു. അവർ സ്നാനപ്പെട്ടു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം പെട്ടു. ജീവിതത്തിൽ ദൈവവചനം അവരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്തു. പിന്നീട് പൗലോസ് അവരുടെ മേൽ കൈവച്ചു. വെറുതെ പോയി കൈവച്ചാൽ പരിശുദ്ധാത്മാവ് വരില്ല. വചനത്തിൽ നിറഞ്ഞു നിൽക്കുന്നവൻ്റെ മേൽ കൈവച്ചാൽ അവിടെ റിസൾട്ട് ഉണ്ടാകും. ചിലർ വന്ന് ചർച്ചിലിരുന്ന് അവരുടെ തലയിൽ കൈവച്ചാൽ അവരുടെ തലയിൽ മുടി പോകുമെന്നല്ലാതെ അവരുടെ തലയിലുള്ള എണ്ണ നമ്മുടെ കയ്യിലാകുമെന്നല്ലാതെ യാതൊരു വ്യത്യാസവും ഉണ്ടാകില്ല. എന്നാൽ പരിശുദ്ധാത്മാ വചനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ചെറിയൊരു തീപ്പരി മതി, ആളിക്കത്തും. ഫിലിപ്പോസ് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ ശമര്യയിൽ വലിയ കൂട്ടസ്നാനങ്ങൾ നടത്തി. എന്നാൽ അവിടെ വചനം അദ്ദേഹം പ്രസംഗിച്ചു, വചനത്താൽ നിറച്ചു. ഇങ്ങനെ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് യെരൂശലേം സഭ അറിഞ്ഞപ്പോൾ പത്രോസിനെ യോഹന്നാനെ അയച്ചു. അവർ പോയിന് വെറുതെ കൈവച്ചാൽ മതിയായിരുന്നു. കൈവെക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നു. എന്താ കാരണം? ദൈവവചനം കൈക്കൊണ്ടു. ദൈവവചനം സ്വീകരിക്കുന്നവരിൽ അവരെ കൈവച്ചാൽ ഉടനെ ഒരു പകർച്ചയുണ്ടായി. എല്ലാവരുടെ മേലെ കൈവച്ചിട്ട് കാര്യമില്ല. പരിശുദ്ധാത്മാവിൻ്റെ ക്രിയ നടക്കുന്നത് ദൈവവചനത്തെ ഉൾക്കൊള്ളുന്നവരിലാണ്. അതാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് വചനം കേട്ട് വിശ്വസിക്കണം. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ എങ്ങനെയാണ് വിശ്വാസം ഉണ്ടായത്? ക്രിസ്തുവിൻ്റെ വചനത്താൽ. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താൽ. വചനം എത്രത്തോളം നിന്നിൽ ക്രിയ ചെയ്യുന്നുവോ അത്രത്തോളം നിന്റെ ജീവിതത്തിൽ സ്വർഗീയ തീപിടുത്തത്തിന് സാധ്യത കൂടുതലാണ്. നീ കത്തി ജ്വലിക്കാനുള്ള സാധ്യതകൾ വളരെ വളരെയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവവചനം 50 അല്ല 100 അല്ല, നിങ്ങൾക്ക് വിശപ്പ് മാറും വരെ വചനം ഭക്ഷിക്കുക. വചനം കൊണ്ട് നിറക്ക്. നിങ്ങളുടെ ഉള്ളം മുഴുവനും വചനമാകട്ടെ. നിങ്ങളുടെ ഉള്ളം മുഴുവൻ യേശുവിനെ കൊണ്ട് നിറക്കുക. യേശു പറഞ്ഞു ഞാൻ ഭൂമിയിൽ തീയിടാൻ വന്നിരിക്കുന്നത്, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. കർത്താവിന് ഭയങ്കര ധൃതിയാണ്, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ വേഗത്തിൽ ഒരു ഉണർവിൻ്റെ തീപിടുത്തം നടക്കാൻ കൊതിക്കുന്ന കർത്താവ്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം സ്വീകരിക്കുമ്പോൾ പുറകെ തീ പുറപ്പെടും, ഉണർവുണ്ടാകും, അഭിഷേകം ഉണ്ടാകും, കൃപകളുണ്ടാകും. പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് ഈ തിരുവെഴുത്തുകൾ കേട്ട ഓരോ വ്യക്തികളുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദി ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ, കൃപകൾ ഒഴുകട്ടെ. ഈ മക്കളെ അനുഗ്രഹിക്കും. ഇവർ മുഖാന്തരം അനേകായിരങ്ങൾ വിടുതൽ പ്രാപിക്കണം. രോഗബന്ധനങ്ങൾ അഴിയട്ടെ. ഇത് കേൾക്കുന്നവർ സൗഖ്യമാകും, സമൃദ്ധി കൊണ്ട് നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളെ അനുഗ്രഹിക്കും. അവിടുന്ന് അത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആമേൻ. വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവിടെ പരിശുദ്ധാത്മ പ്രവൃത്തി ഉണ്ടാകും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കൂടാം. ഈ വീഡിയോകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. മറ്റുള്ളവരെ കൂടി ഈ ജീസസ് എവരിഡേ എന്ന പ്രാർത്ഥനയിലേക്ക് പ്രോത്സാഹിപ്പിക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ എല്ലാ കൂട്ടായ്മയ്ക്കും കൈത്താങ്ങലുകൾക്കുമായിട്ട് പ്രത്യേകം നന്ദി. ഗോഡ് ബ്ലെസ് യു.